ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സോ ഒത്തിരി നാളായിട്ട് ഐ എം തിങ്കിങ് ടു മേക്ക് എ വീഡിയോ അബൌട്ട് അവർ ഗ്രീൻ ഹൗസ്. ഇതാണ്. ഞങ്ങളിപ്പോൾ വാങ്ങിച്ചിട്ട് 3 വർഷമായി. കാറ്റ്, മഴ, ഈവൻ ഹെയിൽ എല്ലാം കൊണ്ടിട്ടുണ്ട് ഇത്. ബട്ട് ഇതുവരെ ടച്ച് വുഡ് ഇതുവരെ ഒരു ഡാമേജും ഉണ്ടായിട്ടില്ല. വെരി സ്റ്റേർഡി ആൻഡ് സ്ട്രോങ് ആണ്. ഏത് ടൈപ്പാണോ ഞാൻ വാങ്ങിച്ചതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ബട്ട് ഇത് ഞങ്ങൾ ഫെൻസിനോട് അടുപ്പിച്ച് റൈറ്റ് സൈഡ് ഓഫ് ദ ഫെൻസിൽ വെച്ചിട്ടുണ്ട്. സൗത്ത് ഫേസിങ് ആണ്. സോ ദാറ്റ് സണ്ണ് രാവിലെ ഈ ഗ്ലാസസിലടിച്ചിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുകയും എന്നാൽ കൂടുതൽ വിൻഡ് അടിക്കാത്ത രീതിയിൽ ഇതിൻ്റെ വെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വെച്ചേക്കുന്നത്. സോ ദാറ്റ് ഹെൽപ്സ്. സ്റ്റിൽ സ്പ്രിങ് ടൈം ആയതുകൊണ്ട് ക്ലീനപ്പും പരിപാടികളും എല്ലാമാണ്. ഇപ്പോഴും ചെടികൾ നട്ടിട്ടില്ല. ഇതിനൊരു വിൻഡോ ഉണ്ട്. വിൻഡോ ഞാൻ തുറക്കാൻ പോവാണ്. അപ്പോൾ ഈ 2026 ഇതിങ്ങനെ അറ്റാച്ച് ആവും. 2026 കൃഷിയാണ്. ഈ ഗ്രീൻ ഹൗസിൽ ഞാൻ മെയിൻലി നട്ടേക്കുന്നത് പയറ്, ടൊമാറ്റോ, ചില്ലി. ഇത് നിങ്ങൾക്കറിയാതിരിക്കും, കാൽഗറിയുടെ വെതർ ഒന്ന് അൺപ്രഡിക്റ്റബിളാണ്. സോ ഹെയിലും വിൻഡും റെയിനും തണുപ്പും എല്ലാമായിട്ടൊരു മിക്സ് ക്ലൈമറ്റാണ്. ഫ്രം സ്പ്രിങ് ടു സമ്മർ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ മെയിൻലി ഞാൻ നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ, അല്ലെങ്കിൽ വെളിയിലത്തെ ഈ കാലാവസ്ഥയിൽ നിൽക്കാൻ പറ്റാത്ത ചെടികൾ ഇവിടെയാണ് നടാമെന്ന് വെച്ചത്. കഴിഞ്ഞ വർഷവും കുഴപ്പമില്ലാത്ത രീതിയിൽ ഈൽഡ് കിട്ടി. ഞാൻ ഓരോന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ വർഷം എത്ര സക്സസ്ഫുൾ ആവുമെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും നിങ്ങൾ കാണുമ്പോൾ ഇച്ചിരി അടുപ്പിച്ചാണ് ഈ ചെടികൾ നട്ടേക്കുന്നതെന്ന് തോന്നും. ബട്ട് എൻ്റെ ഉദ്ദേശം മേളോട്ട് വരുമ്പോൾ അത് തിൻ ഔട്ട് ചെയ്യണമെന്നാണ്, അതിൻ്റെ സ്റ്റെംസോ ബ്രാഞ്ചസോ എല്ലാം. സോ ഫസ്റ്റ് റോ വന്ന് നമ്മുടെ നാടൻ വെണ്ടയല്ല, ഇവിടുത്തെ വെണ്ടയാണ്. നാടൻ വെണ്ട ഇവിടെ കിളിക്കത്തില്ല, ഞാൻ ട്രൈ ചെയ്തതാണ്. 2 വെണ്ടയുണ്ട്, പിന്നെ ഒരു ടൊമാറ്റോ ഐ തിങ്ക്. ആൻഡ് ഞാൻ അതിൻ്റെ എന്ത് ടൈപ്പ് ടൊമാറ്റോ ആണെന്നുള്ളത് ഇവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓരോന്നും എന്നാണ് നട്ടതെന്നും എന്ത് ടൈപ്പാണെന്ന് ക്ലിയർ ആണോ എന്ന് അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്ന്. സോ ഓരോന്നും ഞാൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇപ്പം രാവിലെ ആയതുകൊണ്ട് തന്നെ മൂടൽമഞ്ഞ് എൻ്റെ തുള്ളികൾ അതിൻ്റെ മുകളിലുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് ഡ്രൈ ആവും. സോ മെയ് 20th ഞാൻ ശരിക്കും ഈ വർഷം സീഡ്ലിങ് നടാൻ സ്റ്റാർട്ട് ചെയ്തത് ഗ്രീൻ ഹൗസിൽ. സോ ദിസ് ഇസ് ഹൗ ഐ ഡിഡ്. ആദ്യത്തെ റോ വെണ്ട, പിന്നെ ടൊമാറ്റോ ഉണ്ട്. ടൊമാറ്റോ ഏതാണ് അത് എഴുതിയിട്ടില്ല. പിന്നെ ഒരു നെസ്റ്റേഷ്യൻ നിങ്ങൾക്കറിയാതിരിക്കാം. ഇറ്റ് ഈസ് എ ക്രോപ്പ്, ലൈക്ക് എ ട്രാപ്പ് ക്രോപ്പ് എന്ന് പറയും. അതിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ അൺവാണ്ടഡ് പെസ്റ്റിസൈഡ്സ്, ബഗ്സ് എല്ലാം ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അത് മെയിൻലി. അത് മറ്റേ ചെടികളെ ആക്രമിക്കാതെ അതിനെ ആക്രമിക്കത്തേ ഉള്ളൂ. നമ്മുടെ പാവൽ 2 കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മെത്തേഡെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ക്യൂക്കമ്പറാണ്, കാണാൻ പറ്റത്തില്ലായിരിക്കാം. എൻ്റെ മെത്തേഡെന്ന് പറഞ്ഞാൽ ഈ ചെടികൾ നട്ട് കഴിഞ്ഞിട്ട് ടു പ്രൊട്ടക്റ്റ് ഫ്രം വിൻഡ്, ഹീറ്റ്, സൺ എല്ലാം തന്നെ ഇങ്ങനെ നമ്മുടെ യൂസ് ചെയ്ത നമ്മുടെ 6 ഇഞ്ച് പോട്ട് ഉണ്ടല്ലോ, ആ പോട്ട് കമത്തി വെക്കും. സോ ഇറ്റ് ഇസ് പ്രൊട്ടക്റ്റ്. ബീൻസ് ഇത് നമ്മുടെ ഗ്രോ ടെൻറ്റിൽ നിന്ന് വളർന്നതാണ്. ഞാൻ സീഡ് ഇട്ട് ഗ്രോ ചെയ്തതാണ്. ഇത് സാൻഡാപോൾ ബീൻസാണ് ഈ ഗ്രോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ട്. അഗെയിൻ ഇത് നമ്മുടെ ക്യൂക്കമ്പർ, വേറെ ക്യൂക്കമ്പർ, പിന്നെ വേറൊന്ന്. ഇതെല്ലാം സീഡിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഇത്രയും. പിന്നെ ഒരു ഗ്രീൻ പീസ്. അടുത്ത റോ എന്ന് പറയുന്നത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. മാഡ് ഹാറ്റർ സ്വീറ്റ് പെപ്പർ.
അതൊരു ലൈനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ മാരിഗോൾഡും ഇത് തന്നെ, ഇറ്റ് ഹെൽപ്സ് ടു റിപ്പൽ ദ പെസ്റ്റിസൈഡ്സ്. അതിനാണ് മാരിഗോൾഡ് നട്ടേക്കുന്നത്. എല്ലാം ഇനിയും കിളിച്ച് വരണം. പിന്നെ നമ്മുടെ പയർ പല ടൈപ്പ് ഞാൻ നട്ടിട്ടുണ്ട്. ഇത് സാൻഡപ്പോള ബീൻസ് ആണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ഗാർഡൻ ബീൻസ്, ഗ്രീൻ ബീൻസ് ഇല്ലേ, അത്. ഇങ്ങോട്ട് വരുമ്പോൾ ബർഗൻഡി ബുഷ് ബീൻസാണ് ഈ നട്ടേക്കുന്നത്. സോ എല്ലാം ഹോപ്പ്ഫുള്ളി നല്ലൊരു വിള തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ പെപ്പർ ഏതാണ്, പല ടൈപ്പുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലേക്ക് പോവാം. തായ് ചില്ലി, ബ്ലാക്ക് ചില്ലി, പിന്നെ ബി സി എന്ന് പറയുന്ന കൈൻ പെപ്പർ, പിന്നെന്താണ് ഗോങ്ബോ പെപ്പർ. അത് ഒരു ടൈപ്പ് പെപ്പറാണ്. അതേതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് പുതിയതാണ്. എല്ലാം ബഡ് ജസ്റ്റ് സീഡ്ലിംഗ് ആയിട്ടേ ഉള്ളൂ. ബഡ്സ് ഒന്നും ഫോം ചെയ്തിട്ടില്ല. ഇനിയും ചെടികൾ നടാനുണ്ട്. ഇവിടെ എന്താ നട്ടെ, ഇന്നലെ നട്ടതാണ് ഒരു സ്പിനച്ച്. എന്നിട്ട് ഇതേപോലെ കമ്പുകൾ കുത്തി വെക്കുമ്പോൾ നമ്മുടെ ഈ ഇലകൾ വന്ന് താഴത്തെ മണ്ണുമായിട്ട് ടച്ച് ചെയ്യാതിരിക്കും. അത് പ്രിവെൻറ്റ്സ് ഇൻഫെക്ഷൻ ആൻഡ് ഓൾസോ ടു ഹെൽപ്പ് ടു ഗ്രോ. പിന്നെ ഞാൻ സൈഡിൽ കുറച്ച് കെട്ടിയ കരിയിലയോ അല്ലെങ്കിൽ ഗ്രാസ് ക്ലിപ്പിങ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇന്നലെ നട്ടതാണ്. ഒരു ചില്ലി, ഇതെന്ത് തരം ചില്ലിയാന്ന് ചോദിച്ചാൽ അതിന് പേരില്ല, കാരണം ഞാനായിട്ട് വളർത്തിയത് പേര് പോയി. ഗ്രോ ടെൻറ്റിൽ വളർത്തിയതാണ്. എനിക്കൊരു ഗ്രോ ടെൻറ്റും ഉണ്ട്. ആ ഗ്രോ ടെൻറ്റിലാണ് ഞാൻ സീഡ്സ് ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ സീഡ്സ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ അടുത്ത ഒരു ബീൻസ് നട്ടിട്ടുണ്ട്. ബീൻസ്, സാൻഡപ്പോൾ ബീൻസ് പടർന്നു വന്നിട്ടുണ്ട്. അത് ഇച്ചിരി അടുത്തുമാണ് നട്ടേക്കുന്നത്. ഹോപ്പ്ഫുള്ളി ഇതെല്ലാം സർവൈവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം ഇന്നലെ നട്ടതാണ്. ഇനി ലാസ്റ്റ് റോ ഇവിടുത്തെ എഗെയിൻ ഒരു മാരിഗോൾഡ് നട്ടിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യും. ഇവിടെ ഗ്രീൻ ഹൗസിലായതുകൊണ്ട് തന്നെ ഇത് ലെറ്റ്യൂസാണ് ഞാൻ നട്ടേക്കുന്നത്. ഇതും ഫ്രം ദ സീഡ്, ഗ്രീൻ ഹൗസിൽ നിന്ന് ഫ്രം ദ സീഡിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഇവിടെ ടൊമാറ്റോ ഫ്രം ദ സീഡ്. ഇത് എന്ത് തരം ആണെന്ന് എഴുതാൻ വിട്ടുപോയി, അത് എഴുതണം. സോ ഇവിടെയും ടൊമാറ്റോ ഉണ്ട്. ഇതെല്ലാം ഇന്നലെ നട്ടതാണ്.